ഏവർക്കും നമസ്കാരം. അമൃതം രാമായണത്തിലേക്ക് സ്വാഗതം. ഭരതരാഘവ സംവാദം കഴിഞ്ഞ് രാമൻ ചിത്രകൂടത്തിൽ നിന്നും യാത്ര തിരിച്ച് നേരെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന മഹാശ്രേഷ്ഠയായ അത്രി മഹർഷിയെയും അനസൂയയെയുമാണ്. അവരുടെ ആശ്രമത്തിലേക്കാണ് പോകുന്നത്. ആരണ്യകാണ്ഡത്തിൽ നമുക്ക് ഒരുപാട് ആശ്രമങ്ങളിൽ സന്ദർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും നമുക്ക് നോക്കിയാൽ അറിയാം, അത്രി മഹർഷിയുടെ ആശ്രമപ്രവേശം അത് നമ്മൾ നോക്കുന്ന സമയത്ത് അത്രി തന്നാശ്രമം പോകൂ മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും എന്നു തുടങ്ങി നമുക്ക് അവിടെ അത്രി മഹർഷിയെയും അനസൂയയെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ഭാര്യാഭർത്താക്കന്മാരുടെ, നമ്മൾ ഇതുവരെ പഠിച്ചു സാഹോദര്യ ബന്ധത്തെക്കുറിച്ച്, കുടുംബ ബന്ധത്തെക്കുറിച്ച്, ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അത്രി മഹർഷിയെയും അനസൂയയെയും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു, അത് നമ്മുടെ സ്വായക്തമാക്കേണ്ടിയിരിക്കുന്നു. അവിടെയും അത്രി മഹർഷിയെയും അനസൂയയെയും നമ്മൾ പഠിക്കുന്ന സമയത്ത് അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ അത്രി മഹർഷിയെ ശ്രീരാമചന്ദ്രൻ നമസ്കരിക്കുന്നുണ്ട്, ലക്ഷ്മണനും സീതയും നമസ്കരിക്കുന്നു. ആ നിമിഷം തന്നെ പറയുകയാണ്, ശ്രീരാമചന്ദ്ര, നീ അകത്ത് ചെന്ന് അനസൂയയെ നമസ്കരിക്കണം. അപ്പം അനസൂയയെ നമസ്കരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഭർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ രണ്ടുപേരും തപസ്സിൻ്റെ ശ്രേഷ്ഠതയെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ തപശ്ചര്യ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയ അനസൂയ മാതാവിനെയും അത്രി മഹർഷിയെയും നമുക്ക് കാണിച്ചു തരുന്ന രാമായണത്തിലെ ഈ സന്ദർഭം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാർ ഇതെല്ലാം പഠിച്ചിരിക്കണം. കാരണം എങ്ങനെയാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ആ ഭാഗം. അനസൂയ മാതാവ് ഒട്ടനവധി കാലം തപസ് ചെയ്തു. ആ തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ആദരവ് നമുക്കിന്ന് ആ ഭർത്താവിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അവിടെ അത്രി മഹർഷി ശ്രീരാമനോട് പറയാണ്, എൻ്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല, അനസൂയ ദേവി ഭൂമിയിൽ മഴ പെയ്യാതിരുന്ന സമയത്ത് പോലും ലതാദികൾ വെച്ച്, അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഫലമൂലാദികളെ ഉണ്ടാക്കി ലോകത്തെ അനുഗ്രഹിച്ചവളാണ്. ചിന്തിക്കാം, നമ്മളിപ്പോൾ മഴ കൂടുതൽ പെയ്താൽ നമുക്ക് അപകടമാണ്. മഴ പെയ്തില്ലെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷിക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് രണ്ടും ആപത്തായിട്ട് അവർ മിണ്ടാതിരിക്കുന്ന ആൾക്കാരെ കാണാം. അപ്പോൾ മഴയില്ലാത്ത സമയത്തും തൻ്റെ തപോബലത്തിൽ ആ ഭൂമിയെ സമ്പൂർണ്ണമാക്കി ആ ഭൂമിയിൽ എല്ലാ ഫലമൂലാദികളെയും സംരക്ഷിച്ചു വരുന്ന, ലോകത്തിന് തന്നെ ഭക്ഷണം അനുഗ്രഹിച്ചവളാണ് എന്ന് പറയുന്നുണ്ട്. ആ ഗംഗയെ തന്നെ അവിടേക്കൊഴുക്കി അവിടെ വൃക്ഷലതാദികളെ സംരക്ഷിച്ചു വരുന്ന അനസൂയയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 1000 കൊല്ലം തപസ് ചെയ്ത ഒരു വ്യക്തിയാണ് അനസൂയ മാതാവ്. ഇന്ദ്രാദി ദേവന്മാരുടെ ആവശ്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. ഇന്ദ്രാദി ദേവന്മാരെ കൊണ്ട് പോലും അവർക്ക് വേണ്ടിയിട്ട് ആ തപസ്സിൻ്റെ ഒരു ഗുണം വെച്ചുകൊണ്ട് ഒരു രാത്രിയെ 10 ദിനരാത്രങ്ങളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം അങ്ങനെ തപസ് ചെയ്ത ആ അനസൂയ ദേവിയെ നീ ചെന്ന് നമസ്കരിക്കണം, നിന്റെ അമ്മയെ പോലെ കാണണം എന്നെല്ലാം ശ്രീരാമചന്ദ്രന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വീണ്ടും ഒന്ന് നോക്കുന്ന സമയത്ത് വാൽമീകി മഹർഷിയുടെ ആദ്യ വാക്കുകൾ തപസ്വാധ്യായ നിരതം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യജ്ഞങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരും തൻ്റെ തപസ്സിനെ വർദ്ധിപ്പിച്ച് ഈ ലോകത്തെ സമ്പൂർണമായ കാഴ്ചപ്പാടിലേക്ക്, സമ്പൂർണമായ ഉയർച്ചയിലേക്ക്, സമൃദ്ധിയിലേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ അയോധ്യാകാണ്ഡത്തിൽ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അത്രി മഹർഷിയെയും അനസൂയയെയും കാണുന്ന ശ്രീരാമ, ലക്ഷ്മണ, സീതയെ നമുക്ക് കാണാൻ സാധിക്കും.
അവിടെ നിന്നും സീതാമാതാവിന് കൊടുക്കുന്ന ഉപദേശമുണ്ട്. സീതാദേവിയെ അനസൂയ അനുഗ്രഹിക്കുന്നുണ്ട്. അനസൂയ മാതാവിനെ അഭിവാദനം ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ പറയാറുണ്ട്, എല്ലാവരും നമസ്കരിക്കുന്ന സമയത്ത് എല്ലാവർക്കുമുണ്ട് ആ ഒരു ശീലം. പക്ഷേ കാലക്രമേണ അത് ലോപിച്ച് അത് കുലത്തിലേക്ക് മാറി, അല്ലെങ്കിൽ ഇന്ന ബ്രാഹ്മണകുലം, നമ്പൂതിരി കുലം എന്ന് തുടങ്ങി അവർക്ക് മാത്രം അഭിവാദനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ് നമ്മുടെ കുലം, ഗോത്രം, അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ശാസ്ത്രം, അതുപോലെ നമ്മുടെ ഗുരുനാഥൻ, ഏത് പരമ്പരയിലാണ് നീ ഇത് ചെയ്യുന്നത് എന്ന് തുടങ്ങി നമുക്ക് അഭിവാദനം ചെയ്യും. നമ്മളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒട്ടനവധി ആൾക്കാർ, ഗുരു ശിഷ്യന്മാർ, ആശ്രമത്തിൽ പഠിച്ച ആൾക്കാർ, അല്ലെങ്കിൽ വേദം പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആൾക്കാർ, നമ്പൂരി കുലത്തിൽ ജനിച്ച ആൾക്കാർ, അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തെ മനസ്സിലാക്കി മാനുഷിക ജീവിതത്തിൽ അവർ എവിടെ നിന്നെങ്കിലും ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ആശ്രമ ദീക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ആധ്യാത്മിക ദീക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ്? ചെവിയിലേക്ക് കൈവച്ചുകൊണ്ട് അഭിവാദയെ, ഇന്ന ഗോത്രത്തിൽ, ഇന്ന സൂത്രത്തിൽ, ഇന്ന വേദത്തിൽ എന്ന ഞാൻ ഇതാ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ കൃത്യമായി വാൽമീകി രാമായണം നമ്മളോട് പറയുന്നു, ഗോത്രത്തെയും സൂത്രത്തെയും വേദത്തെയും പറഞ്ഞുകൊണ്ട് സീത അഭിവാദനം ചെയ്യുന്ന അനസൂയ മാതാവിനെ നമുക്ക് കാണാം, അല്ലേ? നമ്മൾ സാധാരണ നമസ്കരിക്കാറുണ്ട്. സ്ത്രീകളാണെങ്കിൽ പഞ്ചപുച്ഛം അടക്കി നമസ്കരിക്കാറുണ്ട്, പുരുഷന്മാരാണെങ്കിൽ ദണ്ഡ നമസ്കാരം ചെയ്യാറുണ്ട്. കാരണം എല്ലാം അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു എന്നുള്ള ആ മനോഭാവത്തിൽ ദണ്ഡ നമസ്കാരം ചെയ്യുന്നു. എൻ്റെ പഞ്ചപുച്ഛങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ ഞാൻ അങ്ങയ്ക്ക് പാദങ്ങളിൽ നമസ്കരിക്കുന്നതിലൂടെ എനിക്ക് ആ പഞ്ചേന്ദ്രിയങ്ങളെ എല്ലാ ലെവലിലേക്കും ഉയർത്തുവാനുള്ള സാധ്യത ഉണ്ടാവട്ടെ, ആ അനുഗ്രഹം എനിക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നമുക്ക് ഇപ്പോൾ കാണുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒട്ടനവധി ആൾക്കാർ കൈകൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട്, അല്ലയോ ഭഗവാനെ നീ തന്നെ ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നമസ്കാരങ്ങൾ നമ്മൾ ശീലിക്കുന്നതിലൂടെ, ഇവിടെ അഭിവാദനം ചെയ്ത് നമുക്ക് ശീലിപ്പിക്കാൻ, നമ്മുടെ വേദത്തെയും ഗോത്രത്തെയും സൂത്രത്തെയും പറഞ്ഞുകൊണ്ട് നമസ്കരിക്കാനുള്ള ഒരു ശീലം എല്ലാവർക്കും ഉണ്ട്. ഇത് പുരുഷന് മാത്രമല്ല, സ്ത്രീക്ക് മാത്രമല്ല, വേദം പഠിച്ചവന് മാത്രമല്ല, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലായതുകൊണ്ട് കുലദേവത ഏതാണെന്ന് നമുക്കറിയാം, ഗ്രാമദേവത എന്താണെന്നറിയാം, നമുക്ക് ഗുരുനാഥൻ എന്താണെന്നറിയാം, അല്ലേ? അങ്ങനെ പല സമ്പ്രദായങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളൊരു ജീവിതചര്യയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർ, നമുക്ക് ഇത്തരത്തിൽ രാമായണ സന്ദേശങ്ങൾ പഠിക്കുവാനും പ്രചരിപ്പിക്കാനും സാധിക്കുന്ന സമയത്ത്, ആ നാമത്തെ നമുക്ക് ഗുരു ഉപദേശത്തോടു കൂടി കിട്ടുന്ന സമയത്തെല്ലാം ആ ഗുരുവിൽ നിന്ന് നമുക്ക് ആ ഒരു സമ്പ്രദായത്തെ പഠിച്ചുകൊണ്ട് നമസ്കരിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ സീതാദേവിയിലൂടെ നമുക്ക് കൂടി പഠിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സദാനന്ദ സരസ്വതിയിലൂടെ, എൻ്റെ ഗുരുനാഥനായ സദാനന്ദ സരസ്വതിയിലൂടെ നമുക്ക് കിട്ടിയ ഒരു ആർജവം എന്ന് വെച്ചാൽ, കേദാർ, ബദ്രിനാഥ് യാത്രയെല്ലാം ചെയ്യുന്ന സമയത്ത് ആ ബദ്രിനാഥ് വ്യാസഗുഹ, വേദവ്യാസൻ അവിടെ ഇരുന്നു കൊണ്ട് ഗണപതിക്ക് പകർന്നു കൊടുക്കുകയും ആ ഗണപതി അവിടെ മേരു പർവ്വതത്തിൽ എഴുതുകയും ചെയ്യുന്ന വേദസംഹിതകൾ എല്ലാം തീർത്തു വെച്ചത് അവിടെ വെച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. ആ സ്ഥലത്ത്, ആ ഗുഹയിൽ ഇരുന്നു കൊണ്ട് മന്ത്രദീക്ഷ ലഭിക്കേണ്ടായി എന്നുള്ളതാണ്. ആ മന്ത്രദീക്ഷയിലേക്ക് നമ്മൾ പോയപ്പോൾ അവിടെ നിന്നാണ് അത് കഴിഞ്ഞ് ഗുരുനാഥൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, നീ ഇന്ന വേദമാണ് പഠിക്കുന്നത്, ഇന്ന സൂത്രമാണ് നിൻ്റെ സൂത്രം, ഇന്നതാണ് നിൻ്റെ ഗോത്രം, ഇന്നതാണ് നിൻ്റെ ഗുരുനാഥൻ, അല്ലെങ്കിൽ ഇന്ന പരമ്പരയാണ് എന്ന് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും കുലത്തിന് കുലദേവതയുണ്ട്, കുലത്തിൻ്റെ ഗുരു ഉണ്ട്,
ഇപ്പോൾ വസിഷ്ഠൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ വസിഷ്ഠൻ കുലഗുരുവായിട്ട് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ വസിഷ്ഠൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ ആ ഒരുപാട് വസിഷ്ഠന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. വസിഷ്ഠൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേര് കൂടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് ആചാര്യന്മാരുടെ കാര്യങ്ങൾ പറയുന്നു, ആചാര്യന്മാർ നമ്മളിലേക്ക് പകർന്നു. അപ്പോൾ അങ്ങനെ ഗോത്രത്തെയും സൂത്രത്തെയും വേദത്തെയും പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന സീതയെ അനുഗ്രഹിക്കുന്നു. ഐശ്വര്യം എന്നിവ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനെയും അനുഗ്രഹിക്കുന്ന അനസൂയ മാതാവിനെ നമുക്ക് കാണാം. ത്വക്ത്വാ നാഭിധനം സീതേ മാനസ്മൃതം ച ഭാമിനീം അവരുദ്ധം വനേ രാമം ദൃഷ്ട്വാ അനുഗച്ഛതി. അവിടെ ഈ ഒരു ശ്ലോകത്തെ നമുക്ക് എടുത്തു നോക്കിയാൽ ആ ശ്ലോകം നമുക്ക് പകർന്നു തരുന്നത് എങ്ങനെയാണോ തൻ്റെ അമ്മ ജാനകിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ജനകന്റെ കൊട്ടാരത്തിൽ നമുക്ക് വിവാഹിതയായിക്കൊണ്ടിരിക്കുന്ന ആ ജാനകിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ആ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അതേപോലെ പരിപാലിക്കുന്ന സീതാമാതാവിനെ നമുക്ക് കാണാം. ആ സീതാമാതാവിൻ്റെ വനയാത്രയിലേക്ക്, ശ്രീരാമൻ്റെ കൂടെയുള്ള വനയാത്രയിലേക്ക് നീ വന്നതിന് നിന്റെ പതിവ്രതാ ധർമ്മത്തെ ഞാൻ ആശീർവദിക്കുന്നു. കൗസല്യ മാതാവ് വനവാസത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രീരാമനോട് സീതയോട് പറഞ്ഞ കാര്യങ്ങൾ അവിടെ അനസൂയ മാതാവിനോട് പറയുന്നു. സ്വയംവരം നടക്കുന്ന സമയത്ത് എങ്ങനെയാണോ വില്ലൊടിച്ച് ശ്രീരാമൻ സ്വയംവരത്തിലേക്ക് കയറിയത്, ആ കഥാരൂപങ്ങളെല്ലാം അല്ലെങ്കിൽ ആ സന്ദർഭങ്ങളെല്ലാം അനസൂയ മാതാവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം നമുക്കിവിടെ വീണ്ടും പറയുന്നതായിട്ട് വാൽമീകി രാമായണം പറഞ്ഞു തരുന്നു. ആ സന്ദർഭങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് സീതാമാതാവ് അനസൂയമായിട്ട് ഒരാളുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്ന എപ്പോഴാണ്? നമ്മുടെ കാര്യങ്ങളെല്ലാം സ്വതന്ത്രമായി തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു മഹാത്മാവാണ്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്താണ്, അല്ലെങ്കിൽ എനിക്ക് അത്രയും അധികം വേണ്ടപ്പെട്ട ആളാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അവരോടെല്ലാം തുറന്നു പറയുന്നത്. അപ്പം അതേപോലെ സീത ആ അമ്മയെ കണ്ടപ്പോൾ, അനസൂയ മാതാവിനെ കണ്ടപ്പോൾ, തൻ്റെ തപശ്ചര്യ കൊണ്ട് അനുഗ്രഹിച്ചപ്പോൾ ആ തപസ് മനസ്സിലാക്കിയ സീതാമാതാവ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അവിടെ നിന്നും ആ അനസൂയ മാതാവ് പതിവ്രതാ ധർമ്മത്തെ പകർന്നു കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഒട്ടനവധി ആൾക്കാർ നിനക്കുണ്ടെങ്കിൽ പോലും നീ ശ്രീരാമൻ്റെ കൂടെ വനവാസത്തിന് ഇറങ്ങാൻ സാധിച്ച ആ സീതയെ ഞാൻ പതിവ്രതാ രത്നമായിട്ട് നമ്മൾ കാണുന്നു എന്നാണ് പറയുന്നത്. നഗരസ്ഥേ വനേസ്തേ വാ പാപോ വാ യതി വാ ശുഭ യാസാം സ്ത്രീണാം പ്രയോഭക്ത താസാം ലോകേ മഹോദയ. നഗരത്തിൽ വസിക്കുന്നവനായാൽ പോലും വനത്തിൽ വസിക്കുന്നവനായാൽ പോലും പാപിയാണെങ്കിലും യതിവര്യനാണെങ്കിലും ഭർത്താവിനെ പരിചരിക്കുന്ന സ്ത്രീകൾക്ക് പുണ്യലോകങ്ങൾ കൈവരുമെന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നു? അനസൂയ മാതാവ് പറഞ്ഞു കൊടുക്കുന്നു. ഭർത്താവ് ദുസ്വഭാവി ആയിക്കോട്ടെ, ചീത്ത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, ശാസിക്കരുത് ശിക്ഷിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, ദരിദ്രനാണ് ഭർത്താവ് എങ്കിലും അവരെ ശുശ്രൂഷ ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു ആര്? അനസൂയ മാതാവ് അല്ലേ. അപ്പം ഇതിൽ പലതരത്തിൽ ചോദ്യങ്ങൾ വരാം അല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ദുഷ്ടപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് കുടുംബങ്ങളിലെ വിഷമങ്ങൾ കേൾക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ പറയുന്നത്. അവരുടെ കുടുംബത്തിൽ വിവാഹത്തിന് ശേഷവും
വിവാഹത്തിന് മുമ്പിലുള്ള ജീവിതവും അവർ താരതമ്യം ചെയ്യുമ്പോൾ വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത് കല്യാണം കഴിക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ബാക്കിയുള്ളവരുടെ മുന്നിൽ എന്തിനാണ് അടിയറവ് വയ്ക്കുന്നത് എന്ന് ചോദിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? എപ്പോഴും നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കാം. അച്ഛനമ്മമാർ മക്കളുടെ പെൺമക്കളുള്ള വീട്ടിലേക്ക് ആരെങ്കിലും വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ മക്കൾക്ക് വേണ്ടി പെണ്ണ് ചോദിക്കാൻ പോയാൽ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ എൻ്റെ മകളോട് ചോദിക്കട്ടെ, അവൾ ഇപ്പോൾ പഠിക്കുകയാണ്, പഠിച്ച് ജോലി കിട്ടിയിട്ടേ എനിക്ക് വിവാഹം വേണ്ടുള്ളൂ എന്ന് പറഞ്ഞ് അവർ നേരത്തെ പറഞ്ഞ് അച്ഛനമ്മമാരെ സമ്മതിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 26, 36 അല്ലെങ്കിൽ 29, 32 കഴിഞ്ഞിട്ടും ഇന്ന് വിവാഹ ബന്ധങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ഒട്ടനവധി ആൾക്കാരെ, ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. പുരുഷന്മാർ 46, 50 കഴിഞ്ഞ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായ ജോലി സംരംഭങ്ങൾ ചെയ്യാതെ ജോലികൾ മാറി 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 മുന്നോട്ട് പോകുന്ന ആൾക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും. സുസ്ഥിരമായ ഒരു സമ്പാദ്യശീലം നമ്മുടെ കൈകളിൽ കിട്ടാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ അങ്ങോട്ട് മാറ്റി നമ്മൾ ജീവിതത്തെ എങ്ങോട്ട് കൊണ്ടുപോകണം? ആർക്കും അടിയറവ് വെക്കാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അടിയറവ് വെക്കാന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, നമ്മൾ ആരുമായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നു, അല്ലേ? നിങ്ങളൊരു ജോലി സ്ഥലത്ത് ആ ജോലിക്ക് നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായി, അതിനുശേഷം അവർ തരുന്ന എഗ്രിമെൻ്റ് സൈൻ ചെയ്യും. ഇത്ര വർഷത്തേക്ക് ഞാൻ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളിൽ നിന്നും ഇത്ര ശമ്പളം പറ്റിക്കൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം ഇത്ര മണിക്കൂർ ജോലി ചെയ്തോളാം എന്ന് പറയുന്നു. ഇതൊരു കമ്മിറ്റ്മെൻ്റാണ് ജീവിതത്തിൽ, അല്ലേ? അവസാനം ആ ജോലിക്ക് നിങ്ങൾ ശ്രേഷ്ഠരായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ, കുറേ കഴിയുമ്പോൾ അത് വേണ്ട എന്ന് ചിന്തിക്കുന്നു. ആ കമ്പനിക്കാർ നിങ്ങളെ വേണ്ട എന്ന് അവർക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ മാറാം, പക്ഷേ നമ്മൾ എഴുതി കൊടുത്ത ബോണ്ടിലൂടെ അവർക്ക് നമ്മളെ എത്ര കാലം വേണച്ചാലും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പരിധി വരെ അവർ നമ്മളെ ആ ഒരു ജോബിലേക്ക് നിയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഇന്നത്തെ കാലഘടന നടക്കുന്നത്, അല്ലേ? പണ്ടെല്ലാം നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ഒട്ടനവധി തറവാടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാര്യസ്ഥൻ ആ കാര്യസ്ഥൻ്റെ മകനെ തന്നെ കാര്യസ്ഥ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു, കൈപിടിച്ച് കൊണ്ടുവരുന്നു. ആ തറവാട്ടിലെ ആ മുതിർന്ന കാരണവർ കഴിയുമ്പോൾ അടുത്ത കാരണവർ വരുന്ന സമയത്ത് ആ കാര്യസ്ഥൻ്റെ മകൻ കാര്യസ്ഥനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ആ ജോലി ചെയ്യുന്ന ആ പറമ്പിലെ ആൾക്കാർ അവരെല്ലാം അതേ രൂപത്തിൽ വേണമെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ ആ ഒരു സംരക്ഷണ വലയത്തിൽ നമ്മൾ എപ്പോഴും നിന്നിരുന്നു. അപ്പോൾ ആ സംരക്ഷണ വലയത്തിൽ നിന്നിരുന്ന സമയത്താണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു കുടുംബത്തിൻ്റെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടത്. നിർബന്ധിച്ച് കല്യാണം കഴിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നിർബന്ധിച്ച് കല്യാണം കഴിച്ച് 1-2 വർഷത്തിനകത്ത് ഇവർ വേർപിരിയുന്ന രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതേപോലെ തന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു വരുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ സ്നേഹിച്ച് കല്യാണം കഴിച്ചു വരുന്നതിലൂടെയും അവർ ചെറിയ തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ ക്ഷമിക്കാൻ പോലും തയ്യാറില്ലാത്ത രീതിയിലേക്കുള്ള പെരുമാറ്റങ്ങളും വാക്കുകളും പറഞ്ഞുകൊണ്ട് ഭിന്നമായിരിക്കാൻ, സ്വതന്ത്രമായിരിക്കാൻ എല്ലാവരും തയ്യാറാണ്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ ഇന്ന് കാഴ്ചപ്പെടുന്നത് എനിക്ക് എൻ്റേതായ ചിന്തകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനും എൻ്റെ ചിന്തകൾക്കനുസൃതമായി ഞാൻ എവിടെ ചെല്ലുവാനും എന്ത് കഴിക്കുവാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരികളുടെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം മുമ്പേ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുന്നോട്ട് വന്ന് ഒരു ധീര വനിത, അല്ലേ? അത് നമ്മുടെയൊക്കെ പ്രചോദനമാണ്. അപ്പോൾ വനിതാ വിഭാഗത്തിൽ ഒരുപാട് ശ്രേഷ്ഠയായ ആൾക്കാരുണ്ട്, അവരെല്ലാം വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്, അല്ലേ? ഝാൻസി റാണി മുതൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി ആൾക്കാരെ അറിയാൻ സാധിക്കും.
അങ്ങനെയുള്ള ഒരു സ്ത്രീയെ നമുക്ക് കഥാപാത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും. ജീവിച്ചിരുന്ന കഥാപാത്രത്തെ നമുക്ക് എടുത്ത് നമ്മുടെ തൊട്ടടുത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തികളായി മാറണം. തൊട്ടടുത്തുള്ള അല്ലേ ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ അനസൂയ മാതാവ് സീതാമാതാവിന് പറഞ്ഞു കൊടുക്കുന്നത് നീ പതിവ്രതാ ധർമ്മത്തെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ഞാനൊരു കാര്യത്തെ പറയുകയാണ്. പാലക്കാട് ജന്മം കിട്ടിയ ഓരോരുത്തരും മഹാപുണ്യാത്മാക്കളാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ് തരവത്തെ അമ്മാളുമ്മ എന്ന് പറയുന്ന. ആ തരവത്തെ അമ്മാളുമ്മ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഏറ്റവും ഉചിതമായ കാര്യമാണ് എന്ത്? പാലക്കാട് ജില്ലയിലാണ് ആദ്യത്തെ പെൺവിദ്യാലയം. പെൺകുട്ടികൾക്ക് കൂടി പഠിക്കാൻ സാധിക്കണം എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് വരുന്ന ഒരു വിദ്യാലയമുണ്ട് പാലക്കാട് വടക്കന്തറ എന്ന് പറയുന്ന ഡോക്ടർ നായർ സ്കൂൾ. ഡോക്ടർ മാധവൻ നായർ എന്നാണ് തൻ്റെ സഹോദരൻ്റെ പേരിൽ ആ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് അവർ മുന്നോട്ടിറങ്ങി. അവരെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ നോക്കാൻ അറിയാം, ഒരു തറവാട്ടിൽ ജന്മം കിട്ടുകയും ആ ജന്മത്തിൽ അവർ ശ്രേഷ്ഠയായ വിദ്യാഭ്യാസം സ്വീകരിക്കുന്നത് തൻ്റെ ജ്യേഷ്ഠൻ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് അവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം ആ രാഷ്ട്രീയ ബോധവൽക്കരണം തൻ്റെ കുടുംബത്തിലും നടത്തിയപ്പോൾ ആ തരവത്ത് അമ്മാളുമ്മ അവിടെ വിദ്യാസമ്പന്നിയായി അവർ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷയാവുകയും ചെയ്തു. ഒരുപാട് പുസ്തകങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ഇന്നും നമുക്കറിയാം നല്ലേപ്പുള്ളി നാരായണാലയം ആശ്രമത്തിൽ, ആ ആശ്രമത്തിൽ തരവത്ത് അമ്മാളുമ്മയുടെ ഭക്തമാല എന്ന് പറയുന്ന പുസ്തകം നമുക്ക് കാണാൻ സാധിക്കും. അതിനുപരിയായിട്ട് സാഹിത്യ ലോകത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വച്ചിരുന്നു. അങ്ങനെയുള്ള അമ്മ പെൺകുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസ സൗകര്യം കേരളത്തിൽ ആദ്യമായി ഒരുക്കുന്നു പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ എത്രയധികം എതിർപ്പോടുകൂടിയാണ് അവർ ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അവ സമൂഹത്തിനും കുടുംബത്തിനും നല്ലത് ചെയ്ത് ആ കുടുംബത്തിൻ്റെ പേര് നിലനിർത്തുന്ന ഇങ്ങനെയുള്ള സ്ത്രീരത്നങ്ങളെ നമുക്ക് കാണാൻ സാധിക്കണം എന്നുള്ളതാണ്. അമ്മു സ്വാമിനാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. ആ അമ്മു സ്വാമിനാഥനും സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വന്നപ്പോൾ തൻ്റെ കൈകളിൽ അതും ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ സമയത്ത് കയ്യിൽ 2 വളകൾ ഗാന്ധിജിക്ക് ദാനം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു. അമ്മു സ്വാമിനാഥൻ. ഇതെല്ലാം നമുക്ക് യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ജീവചരിത്രങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും അല്ലേ? അങ്ങനെയുള്ള ഒരു മഹാവ്യക്തിത്വങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൂട്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ സമൂഹത്തിനോടും കുടുംബത്തിനോടും നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളോടും പ്രത്യേകിച്ച് ഭർത്താവിനോടും നമുക്ക് ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അറിയാൻ സാധിക്കും. കമ്മിറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു രേഖാമൂലമുള്ള പ്രതിബദ്ധതയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ജീവിതകാലമുള്ള ഒരു ദിനചര്യയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പം അങ്ങനെയുള്ള അത്രി മഹർഷിയെയും അനസൂയ മാതാവും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒരു ഭാഷണത്തിലൂടെ കേട്ടതാണ്, അത്രി മഹർഷി ദിനചര്യയിൽ തൻ്റെ പത്നിയായ അനസൂയ മാതാവിനെ പാദനമസ്കാരം ചെയ്യുമെന്നും അതേ പാദനമസ്കാരം തിരിച്ച് അനസൂയ മാതാവ് അത്രി മഹർഷിയെയും നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിത്യജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ എങ്ങനെയാവണം? ഇതേപോലെ തപസ്വിയായി മാറണം. ശ്രേഷ്ഠമായ സംരംഭങ്ങൾ ചെയ്യാൻ സാധിക്കണം. താൻ ചെയ്ത തപസ് കൊണ്ട് പുണ്യ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കണം. താൻ ചെയ്ത സസ്യലതാദികൾ കൊണ്ട് സമൂഹത്തിന് വിതരണം ചെയ്യാൻ സാധിക്കണം. ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും നമുക്ക് പകർന്നു തരുന്നത് അനസൂയ മാതാവിനെയും അത്രി മഹർഷിയെയും കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള രാമായണ സന്ദേശത്തിൽ ആരണ്യകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മഹാതപസ്വികളെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. പഠിക്കണം, പഠിപ്പിക്കണം, തപസ് ചെയ്യണം, തപസ്സിൻ്റെ ഫലങ്ങളെല്ലാം സമൂഹത്തിന് കൊടുക്കണമെന്നുള്ള സന്ദേശവുമായി രാമായണം നമുക്ക് കാണാം. നമസ്കാരം.